കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ CITU 2 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ജിജു, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. മനോഹരൻ, CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി M. സുരേന്ദ്രൻ, P. നിഖിൽ എന്നിവർ സംസാരിച്ചു. വില പിടിച്ചു നിർത്താൻ മാർക്കറ്റ് ഇന്റർവെൻഷന് ഏറ്റവും ഫലപ്രദം സർക്കാർ ഇടപെടണം എന്നുള്ളൊരു ബോധ്യം കേരളത്തിലുണ്ടായി. കേരളം വെച്ചാൽ ഇന്ത്യയുടെ ഒരു കോണി കിടക്കുന്നതല്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വരണം. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 70% പുറത്തുനിന്നാണ് വരുന്നത്. 70% നമ്മളുണ്ടാക്കുന്നതിൻ്റെ 60% പുറത്തേക്കാണ് വിടുന്നത്. അങ്ങനെയുണ്ട്. പക്ഷെ 70-75% പുറത്തുനിന്ന് കൊണ്ടിരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അരി മുതലെല്ലാം സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റുന്നത് മാർക്കറ്റ് ഇന്റർവെൻഷനിലൂടെ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകിയതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിപുലമായ കൺസ്യൂമർ സംവിധാനം കേരളത്തിൽ വന്നു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണത്, ഈ വളർച്ച നിലനിർത്തുന്നുണ്ടോ നമ്മൾ? സഹകരണ മേഖലയിലെ ജീവനക്കാരും സഹകാരികളും എല്ലാം ഗൗരവമായിട്ട് നോക്കേണ്ടുന്ന കാര്യമാണ്. ഇങ്ങനെ സ്റ്റാൻഡ് അലോണായിട്ടല്ല, കേരളത്തിലെ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളുടെയും മാർക്കറ്റ് ഇൻ്റഗ്രേഷൻ നടക്കുന്ന ഒരു വേദിയാണ്. മിൽമയുടെ പ്ലാന്റിന്റെ അവരുടെ മാർക്കറ്റിംഗ് സമ്പ്രദായമുണ്ട്, അത് തുടരും. കയർ ഫെഡ് അതിൻ്റെ വിൽപ്പന രീതികളും തുടരും. അതിനൊന്നും തടസ്സമില്ല. പക്ഷെ അവയുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുകയും ബ്രാൻഡ് ചെയ്ത് വിൽക്കുകയും ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ഇൻ്റഗ്രേഷൻ്റെ മേഖല കൂടിയാവണം. എല്ലാവർക്കും വിൽപ്പന ആവശ്യമാണ്.